ശ്രീ വിനു കിരിയത്ത്, താങ്കളുടെ 2 ചിത്രങ്ങളിൽ പ്രധാന റോളുകളിൽ ശ്രീനിവാസൻ ഉണ്ടായിരുന്നു. ശ്രീനിവാസന്റെ സംഭാവനകൾ വീണ്ടും മലയാളികൾ ഓർത്തെടുക്കുകയാണ്. അത് അവർക്ക് വളരെ സുപരിചിതമാണ്. ഈ അവസരത്തിൽ അവർ ഓരോന്നും ഓർത്തെടുക്കുകയാണ്, ഓരോ ഡയലോഗുകൾ പോലും. എന്തൊക്കെയാണ് ശ്രീനിവാസൻ അവശേഷിപ്പിക്കുന്നത്? ആദ്യം ശ്രീനേട്ടൻ്റെ വേർപാടിൽ എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഒപ്പം ശ്രീനേട്ടൻ്റെ കുടുംബത്തോടൊപ്പം ആ ദുഃഖത്തിൽ പങ്കുചേരുന്നു. മലയാള സിനിമയ്ക്ക് നമ്മൾ നഷ്ടം എന്ന് സാധാരണ ആര് മരിച്ചാലും പറയുമെങ്കിലും ഇതൊരു തീരാ നഷ്ടം തന്നെയാണ്. വളരെ ഇത്രയും ഒരു ലെജൻഡായിട്ടുള്ള ഒരു സാധാരണ ഗ്രാമത്തിൽ നിന്ന് വന്ന് സിനിമയുടെ എല്ലാ മേഖലകളിലും, അത് ഭാഗ്യമല്ല, അദ്ദേഹത്തിൻ്റെ പ്രതിഭ തന്നെയാണത്. അദ്ദേഹവും ഞാനുമായിട്ടൊക്കെ ഉള്ളൊരു ബന്ധം എന്ന് പറയുന്നത് വർഷങ്ങളായിട്ട് അറിയാമെങ്കിലും ഞങ്ങൾ മദ്രാസിൽ എപ്പോഴും താമസിക്കുന്നത്, പ്രത്യേകിച്ച് ഈ ഹോംലി ഫുഡ് താല്പര്യമുള്ളവർക്ക് ഈരാളി എന്ന് പറഞ്ഞ നിർമ്മാതാവിൻ്റെ ഫ്ലാറ്റിലാണ് പ്രിഫർ ചെയ്യുക. അപ്പോൾ ഞാനും രാജൻകിരിയത്തും ഒക്കെ സ്ഥിരം ചെന്നൈയിൽ പോകുമ്പോൾ അവിടെ ബുക്ക് ചെയ്യും. അവിടെ റൂം കിട്ടാൻ വലിയ പാടാണ്, പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ കാരണം കിട്ടും. ശ്രീനേട്ടനും സ്ഥിരം അവിടെയാണ്. അപ്പോൾ ഞങ്ങൾ തമ്മിൽ ഈ ഫ്രീ ടൈമിലൊക്കെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കും. അപ്പോൾ ശ്രീനേട്ടനെ സംബന്ധിച്ചോളം ഹ്യൂമർ കേട്ടാൽ ശ്രീനേട്ടൻ ചിരിക്കുന്നത്, സത്യം പറഞ്ഞാൽ നമുക്ക് ആ ഫ്രണ്ട്സ് സിനിമയിലൊരു കൂട്ടച്ചിരിയില്ല, അത് നിർത്തത്തില്ല. അപ്പോൾ നമ്മളൊരു തമാശ പറയുമ്പോൾ അദ്ദേഹം അങ്ങനെ ചിരിക്കുമ്പോൾ നമുക്കത് അത്രത്തോളം, അയ്യോ ഇത്രയും നല്ലൊരു ഹ്യൂമർ. തിരിച്ച് പുള്ളി സ്വയം നമ്മൾ ചിരിച്ച് മറിഞ്ഞു എന്നൊക്കെ പറയില്ലേ, പുള്ളി നേരെ തിരിച്ചാണ്, ബാക്കിലോട്ടാണ് ചിരിച്ചിട്ട് മേശയിലൊക്കെ ഒരു അടി അടിച്ചിട്ട് പിന്നെ പുറകോട്ടങ്ങ് തിരിഞ്ഞിട്ട് കുറേ നേരം ഒന്ന് ചിരിക്കും. അപ്പോൾ ചിലപ്പോൾ വായൊക്കെ ഇങ്ങനെ പൊത്തും. അങ്ങനെ ഹ്യൂമറിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു ശ്രീനേട്ടൻ. അങ്ങനെ ഞങ്ങൾ കുറേ പടങ്ങൾ കഴിഞ്ഞു. കമലിൻ്റെ ആയുഷ്കാലം എന്ന സിനിമ നമ്മൾ ചെയ്യാനായിട്ട് ഇരിക്കുമ്പോൾ അതിനകത്ത് SIയുടെ റോള്, അത് ചെയ്യാനായിട്ട് ആ ഒരു സബ്ജക്റ്റിൽ ശ്രീനേട്ടനല്ലാതെ വേറെ ആരെയും നമ്മുടെ മനസ്സിലോ കമലിൻ്റെ മനസ്സിലോ വന്നില്ല. അങ്ങനെയാണ് ശ്രീനേട്ടൻ നമ്മുടെ ആദ്യ സിനിമയിൽ, എൻ്റെയും രാജൻകിരിയത്തിൻ്റെ സിനിമയിൽ അഭിനയിക്കുന്നത്. ആ ലൊക്കേഷനിൽ വെച്ച് ഞങ്ങൾ പല കാര്യങ്ങളുമൊക്കെ പറയുന്നു. പിന്നീട് ഞങ്ങൾ കുറേ വേറെ ആ വർഷം ഞങ്ങൾക്ക് ഏകദേശം 5 സിനിമ തിരക്കഥ എഴുതി ഞാൻ രാജനും കൂടെ. അപ്പോൾ ശ്രീനിവാസൻ നമ്മുടെ അടുത്ത് ഒരു പ്രോജക്റ്റുമായിട്ട് ഒരു സബ്ജക്റ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. പിന്നീട് വിനയൻ, ശിബായി ലഹള എന്ന് പറഞ്ഞൊരു പടം ശ്രീനേട്ടൻ ആദ്യമായിട്ട് വിനയന് വേണ്ടി സ്ക്രിപ്റ്റ് എഴുതി. അന്ന് വിനയൻ അങ്ങനെ എസ്റ്റാബ്ലിഷ്ഡ് ഒരു ഡയറക്ടർ ആയിട്ടില്ല. എങ്കിലും ശ്രീനേട്ടൻ വിനയന് സ്ക്രിപ്റ്റ് കൊടുക്കാമെന്ന് പറഞ്ഞ് ശിവായി ലഹള, അതിൻ്റെ റിലീസിന് മുമ്പ് തന്നെ വിനയൻ അടുത്ത പടം വന്നപ്പോഴും ശ്രീനേട്ടൻ്റെ അടുത്ത് പോയപ്പോൾ ഒരു കഥ പറഞ്ഞു, വിനയൻ്റെയാണ് കഥ. പക്ഷേ ശ്രീനേട്ടൻ എന്തോ ആ കഥയുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് പറഞ്ഞു രാജനെയും വിനുവിനെയും വിളിക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് വിനയൻ ട്രിവാൻഡ്രത്താണ് താമസിക്കുന്നത്. ഞങ്ങളെ വിളിച്ചു. അപ്പോൾ തിരുവനന്തപുരത്ത് നാഷണൽ ക്ലബ്ബിലേക്ക് വരാൻ പറഞ്ഞു. ഞങ്ങൾ അവിടെ വന്നു. അതേ ഒരു കഥ പറഞ്ഞു. അപ്പോൾ ശ്രീനേട്ടൻ്റെ അടുത്ത് ഞങ്ങൾ വിളിച്ചു പറഞ്ഞു, ഈ കഥ ത്രെഡ് കുഴപ്പമില്ല, പക്ഷേ പുള്ളി പറയുന്നത് നമുക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അപ്പോൾ അത് കുഴപ്പമില്ല, നിങ്ങളുടെ ഇഷ്ടത്തിന് എഴുതിക്കോളൂ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്യാമോ? ഞങ്ങൾ പറഞ്ഞു ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു 15 ദിവസം കൊണ്ട് അതിൻ്റെ ഒരു ഓർഡർ ആക്കിയിട്ട് വിനയനടുത്ത് പറഞ്ഞിട്ട് ശ്രീനേട്ടൻ്റെ അടുത്ത് ഞങ്ങൾ ഒറ്റപ്പാലം, അദ്ദേഹം ഞങ്ങളൊക്കെ സ്ഥിരം ഒറ്റപ്പാലം, ഷൊർണൂരും റെസ്റ്റ് ഹൗസ്, ഗസ്റ്റ് ഹൗസ്, അതൊക്കെയാണ് ഞങ്ങളുടെ കേന്ദ്രങ്ങൾ. അവിടെ ചെന്നിട്ട് ഇത് പറയുകയും പുള്ളി പറയാണ് ഞാൻ അഭിനയിക്കാമെന്ന് പറയുകയാണ്. അങ്ങനെയാണ് മിസ്റ്റർ ക്ലീൻ, മുകേഷ്, ശ്രീനേട്ടൻ, ആനി, ദേവയാനി, അങ്ങനെ ആ പടവും ഹിറ്റായിരുന്നു. പിന്നീടാണ് അത് തുടങ്ങിയതിന് ശേഷമാണ് ശിബായി ലഹള റിലീസാണ്, അതും ഹിറ്റായി. പിന്നീട് വിനയൻ നമുക്കറിയാമല്ലോ, മലയാള സിനിമയിൽ അത്യാവശ്യമായിട്ടുള്ളൊരു സംവിധായകനായി മാറി. അപ്പോൾ ശ്രീനേട്ടനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ സന്ദേശം എന്ന സിനിമയുടെ ടൈറ്റിൽ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമയ്ക്കും എനിക്ക് തോന്നിയിട്ടുണ്ട് സന്ദേശം എന്ന പേരിടാമെന്ന്. എല്ലാത്തിനകത്തും ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. തൻ്റെ പൊക്കമില്ലായ്മ അല്ലെങ്കിൽ തൻ്റെ നിറം, എല്ലാത്തിനെയും അദ്ദേഹം തന്നെ വിമർശിച്ചു കൊണ്ടാണ് എല്ലാ മിക്കവാറും കഥാപാത്രങ്ങളും. നമുക്കറിയാം, വടക്ക് നോക്കിയ യന്ത്രത്തിലൊക്കെ ഇത് കല്ലിൻ്റെ മുകളിൽ കയറിയുന്ന ഫോട്ടോ എടുക്കുന്നതൊക്കെ അത്തരം ആൾക്കാർക്ക് കൊടുക്കുന്ന ഒരു സന്ദേശമാണത്. ഇതിൽ നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങളുടെ പൊക്കമില്ലായ്മയാണ് നിങ്ങളുടെ പൊക്കം, അല്ലെങ്കിൽ നിങ്ങളുടെ നിറമാണ്, നിങ്ങളുടെ കഴിവാണ് വലുത് എന്ന് തെളിയിക്കുന്ന ഒരുപാട് സിറ്റുവേഷൻസ് അങ്ങേര് ഒരുപാട് പേർക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് ഇപ്പോൾ നേരത്തെ ഇവിടെ പറഞ്ഞു, ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും അല്ല കരയിപ്പിച്ചിട്ടുമുണ്ട്. എനിക്ക് തോന്നുന്നത് ഞാനൊന്നും അങ്ങനെ സിനിമ കണ്ടാൽ കരയുന്ന ആളല്ലെങ്കിലും കഥ പറയുമ്പോഴുടെ ക്ലൈമാക്സ് കണ്ടാൽ കരയാത്ത ആരെങ്കിലും ഉണ്ടോ?
ഒരു പക്ഷേ നമുക്കത് കാണുമ്പോൾ കൃഷ്ണനും കുചേലനും തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഡെപ്ത്ത് അത് റിയൽ ലൈഫിൽ ശ്രീനേട്ടന് സംഭവിച്ചതാണെന്ന് ഞാൻ ഇന്നിപ്പോൾ നേരത്തെ അറിയാവുന്നതാണെങ്കിൽ ഇന്നത് യൂട്യൂബിൽ വൈറലായി. തൻ്റെ കല്യാണത്തിന് താലിമാല വാങ്ങിക്കാൻ പോലും പൈസ ഇല്ല പ്രണയിച്ച പെൺകുട്ടിയെ. അപ്പോൾ അമ്മ പറഞ്ഞത്രേ താലിമാല ഇല്ലാതെ കല്യാണം നടക്കില്ല, സ്വർണം തന്നെ വേണമെന്ന് പറഞ്ഞു. പക്ഷേ പൈസ ഇല്ല. മമ്മൂക്കയാണ് 2000 രൂപ കൊടുത്തതെന്ന് പറയുന്നു. അതിനെ കടുക്കനാക്കി മാറ്റി കഥ പറയുമ്പോൾ എഴുതിയപ്പോൾ നമ്മൾ കരഞ്ഞു എന്നുള്ളത് ഇപ്പോൾ ഇത് കേൾക്കുമ്പോഴും നമ്മൾ കരയും. തീർച്ചയായും ബാർബലാം ബാലൻ മലയാളികൾ ഒരിക്കലും മറക്കാത്ത കഥാപാത്രമാണ്. ആ കഥാപാത്രം ജനിച്ചത് എങ്ങനെയെന്ന് നമുക്കറിയാം. അത് കണ്ട ജീവിതമാണ് സിനിമയായി മാറിയത്. ആ യഥാർത്ഥ ബാലൻ നമ്മളോട് സംസാരിക്കുന്നതൊന്ന് കേൾക്കാം. സിനിമ കണ്ടിനെ അത് അയാളുടെ വകയെ കൊടുത്തതാ, ശ്രീനിവാസിന്റെ വകയെ. നമ്മളുമായിട്ടുള്ള ഒരു നല്ല ബന്ധമായിരുന്നു, സ്നേഹബന്ധം. സിനിമ കണ്ടപ്പോൾ എന്ത് തോന്നി? ഒന്നും അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. ശ്രീനാഥ് എന്ത് പറഞ്ഞു സിനിമ ഇറങ്ങിയപ്പോൾ? ഒന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് വേണ്ടി ഞാൻ കൊടുത്തതാണ്. അതെ, എന്നോട് ചോദിച്ചിട്ടൊന്നുമില്ല. അയാളെ വക ഒരു സിനിമ കിട്ടുക, അത്രയുള്ളൂ. എപ്പോഴാണ് പറഞ്ഞത് സിനിമ ബാലകൃഷ്ണൻ സിനിമ ഉണ്ട് എന്നുള്ള കാര്യം എപ്പോഴാണ് പറഞ്ഞത്? അത് അന്നേരം പറഞ്ഞിട്ടുള്ളൂ, അല്ല ആയേരം ഞാൻ അങ്ങോട്ട് ചോദിച്ചിട്ട്. ദാസൻ, നമ്മളെല്ലാം ആഘോഷിക്കുന്ന സൗഹൃദം, ദാസന്റെയും വിജയന്റെയും സൗഹൃദം, അതും തൻ്റെ പരിസരങ്ങളിൽ നിന്ന് കണ്ടെടുത്ത കഥാപാത്രങ്ങളായിരുന്നു. ആ ദാസനും അദ്ദേഹത്തിന്റെ വേർപാടിൽ പഴയ ഓർമ്മകൾ പങ്കുവച്ചു. ഒരിക്കലും ജീവിതത്തിൽ അവനെ മറക്കാൻ പറ്റില്ല. അത്രയും ഞമ്മളുള്ള ബന്ധം ഒരു ഏട്ടാൻ ചെയ്യുന്നല്ല, അത്രയും ബന്ധം. എന്ത് മദ്രാസിലുള്ളപ്പോൾ തന്നെ എൻ്റെ ഫ്ലാറ്റിൽ വന്നിട്ട് പലപ്പോഴും വരാറുണ്ടായിരുന്നു. എൻ്റെ ഭാര്യ മരണപ്പെട്ട് വന്നിട്ടില്ല, അവൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ഭാര്യേൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ കരഞ്ഞു. ശ്രീ വിനീത് കരിയത്ത്, താങ്കൾ ഇത് സൂചിപ്പിച്ചതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ ആ രണ്ടുപേരുടെയും പ്രതികരണങ്ങളിലേക്ക് നമ്മൾ പോയത്. എങ്ങനെയാണ് ഓരോ കഥാപാത്രത്തെയും തിരഞ്ഞെടുത്തത്? അത് സ്വന്തം ചുറ്റുപാടുകളിൽ നിന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കഥാപാത്രങ്ങൾ ആർക്കും അന്യവുമായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ആ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഗ്രാമത്തിലൊക്കെ ജനിച്ചവരുടെ മനസ്സിൻ്റെ നിഷ്കളങ്കത, അവിടുത്തെ അദ്ദേഹത്തിൻ്റെ ആ കരച്ചിൽ അത് ഹൃദയത്തിൽ തട്ടി. സത്യമാണ്, നമുക്കും ആ വിഷ്വൽ കാണുമ്പോൾ വല്ലാണ്ട് സങ്കടം വരുന്നല്ലേ. ശരിക്കും ആ പ്രായത്തിലും അദ്ദേഹം പൊട്ടി കരയുകയാണ് ഇപ്പോൾ ടി വിയിൽ. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഗ്രാമത്തിൻ്റെ അന്തരീക്ഷത്തിൽ നിന്ന്, ഇല്ലായ്മയിൽ നിന്ന് വന്ന ശ്രീനേട്ടൻ ആ ചുറ്റുപാടും പല കഥകളിലും ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഒപ്പം രാഷ്ട്രീയത്തെ ഇത്രയും വിമർശിച്ച മറ്റൊരു ഹാസ്യരൂപേണ മറ്റൊരു തിരക്കഥാകൃത്ത് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കുഞ്ചൻ നമ്പ്യാർ തുള്ളൽ, അതായത് തുള്ളൽ കഥകളിലൂടെ വിമർശിച്ചപ്പോൾ ശ്രീനേട്ടൻ തിരക്കഥയിലൂടെ പലതും വിമർശിച്ചിട്ടുണ്ട്.